കരിക്ക് കേൾക്കുമ്പോൾ തന്നെ റോഡ് സൈഡിലെല്ലാം പെപ്സിക്കും കൊക്കോക്കോളയ്ക്കും എതിരായിട്ട് കരിക്ക്, നാടൻ കരിക്ക് കഴിക്കണം, നാടൻ കരിക്ക് കഴിക്കണം എന്ന് നമ്മൾ പറഞ്ഞ് ഞാനും പ്രചരണം നടത്തിയിട്ടുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് പഠിച്ചാൽ ഈ പണ്ടുള്ളവര് കരിക്ക് അധികം കഴിക്കത്തില്ല. നമ്മളൊക്കെ തന്നെ ഈ തേങ്ങ അടത്താൻ വരുന്ന സമയത്ത്, തേങ്ങയുടെ വിളവെടുക്കാൻ വരുന്ന സമയത്ത് കാരണവന്മാരോടൊക്കെ കാല് പിടിച്ച് ചോദിച്ചാൽ ഒരു കരിക്ക് ചെത്തിത്തരും. വല്ല വിശേഷമുള്ള പൂജയ്ക്ക് കരിക്കെടുക്കും. മദ്യത്തിന് പകരം ഈ കരിക്ക് നമുക്ക് ശരീരത്തിന് ദോഷം ചെയ്യുന്ന ഒരു വസ്തുവാണ്. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ അപൂർവ അവസരങ്ങളിൽ ഉപയോഗിക്കാം എന്നല്ലാതെ കരിക്ക് നിത്യം ഉപയോഗിച്ചാൽ പ്രമേഹത്തിൻ്റെ സാധ്യത വളരെ വർദ്ധിക്കും. കാരണം ശരീരത്തിലെ കഫജന്യമായ പല അവസ്ഥകൾക്കും മാറ്റം വരും. ശരീരത്തിനെ അമിതമായി തണുപ്പിക്കാൻ കരിക്കിൻ്റെ ഉപയോഗം കൊണ്ടുണ്ടാവും. അതുകൊണ്ട് ഈ നെല്ലിക്ക, കരിക്ക് എന്നൊക്കെ പറയുന്ന ഇവരൊക്കെ പോലും ശ്രദ്ധിച്ചുപയോഗിച്ചില്ല എങ്കിൽ നമുക്ക് ദോഷം ചെയ്യുന്നുണ്ട്. പനി വരുമ്പോൾ കരി കഴിക്കാവോ? പനി വരുമ്പോൾ ഗർഭിണികൾക്ക് പനി വന്നാൽ കരിക്കിൻ വെള്ളത്തിൽ ഈ കഷായങ്ങൾ പല വിധത്തിലുണ്ട്. ചില ദ്രവ്യങ്ങൾ കരിക്കിൻ വെള്ളത്തിൽ മുക്കി വെച്ചിരുന്നിട്ട് അത് തിളപ്പിക്കാതെ അടുത്ത ദിവസം കൊടുക്കാൻ പറ്റും ഗർഭിണികൾക്ക്. അതിനകത്ത് രാമച്ചം തുടങ്ങിയിട്ടുള്ള ഒരു 8ഓളം ഔഷധങ്ങൾ ചേർത്ത് മുക്കി വെച്ചിട്ട് കരിക്കിൻ വെള്ളം കൊടുക്കാൻ സാധിക്കും. ഞാൻ അതിൻ്റെ ഔഷധങ്ങളുടെ പേര് മനഃപൂർവ്വം പറയാത്തതാണ്. ഗർഭിണികൾക്ക് പനി വന്നാൽ കരിക്കിൻ വെള്ളം കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. അല്ലാത്തൊരു കഴിക്കണ്ട. അല്ലാത്ത അവസ്ഥയിൽ കരിക്കിൻ വെള്ളം കഴിച്ചിട്ട് ഉപവസിച്ചാൽ എന്തുണ്ടാകും എന്ന് എനിക്കറിയില്ല. അതായത് തമിഴ്നാട്ടിൽ പ്രായമായ ആൾക്കാരെ കൊല്ലാൻ ഉപയോഗിക്കുന്നത് തലൈക്കുത്ത്. തലൈക്കുത്ത്. അവർക്ക് കരിക്കും കൊടുക്കും. വേറെന്താ കൊടുക്കുന്നത്? കരിക്കും വെള്ളത്തിനകത്ത് ചെളി കലക്കി കൊടുക്കും, പിന്നെ എണ്ണ കലക്കി കൊടുക്കും. എന്നിട്ട് എണ്ണ തേച്ച് കുളിപ്പിച്ച് ഇരുത്തുന്ന ഈ തലക്കുത്ത് തമിഴ്നാട്ടിൽ നിന്ന് പോകണ്ട, നമ്മുടെ നാട്ടിൽ ഈ തലക്കുത്ത് കാണാം. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ രോഗികൾ വരുന്നത് ഈ എണ്ണ വാരി സ്വന്തം തലക്കുത്ത് സ്വന്തമായിട്ട് ചെയ്യുന്നവരാണ്. ഇപ്പം ഈ ചേച്ചിമാരൊക്കെ ട്രീറ്റ്മെൻറ്റിന് വരുമ്പം പെടലി വേദന, കൈക്ക് താഴേക്ക് ഇറങ്ങിയ വേദന എന്നൊക്കെ പറയുമ്പം MRI റിപ്പോർട്ട് ഉൾപ്പെടെ അവിടെ തേഞ്ഞു ഇവിടെ തേഞ്ഞു എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവരുമ്പം നമ്മൾ പതുക്കെ ചോദിക്കും, മുടിയൊക്കെ നന്നായിട്ടുണ്ടല്ലോ, ഏതെണ്ണയാണ് തേക്കുന്നത്? അപ്പോൾ അവരൊരല്പം നാണിച്ച് പറയും, കാച്ചിയ എണ്ണയാണ്. കേരളത്തിൽ ഈ കാച്ചിയ എണ്ണ എന്ന് പറയുന്നവരെടുത്ത് മൊത്തം ചോദിച്ചു, അവരെല്ലാം പറയും കറ്റാർവാഴ, നെല്ലിക്ക, കയ്യൂന്യം, ചെമ്പരത്തി. കൈ കിട്ടിയതല്ല, ഒരു 3 യൂട്യൂബിലെ വീഡിയോ കണ്ടിട്ട് അതിനകത്തുള്ള എല്ലാ സാധനങ്ങളും എടുത്തിട്ട് എണ്ണ കാച്ചുന്നവർ മുതലുണ്ട്. ഇതെല്ലാം തണുപ്പാണ്, എല്ലാം തണുപ്പാണ്. ഇത് തലക്കുത്ത് തന്നെയാണ്. ഇത് സ്വന്തം തലയിൽ പൊത്തി വെച്ചിട്ട് ഈ വെയിലത്ത് നമ്മുടെ ഈ ഉഷ്ണത്തിൽ ഇറങ്ങി നടക്കുമ്പോൾ തലനീരിറങ്ങി പെടലിക്ക് വേദന എടുത്ത് തിരിക്കാൻ പറ്റാതായി. അതാണ് ഇതിൻ്റെ കാരണമെന്നറിയാതെ നാട്ടിലുള്ള എല്ലാ ചികിത്സാലയങ്ങളിലും കയറിയിറങ്ങി നടക്കുന്നവരുണ്ട്. തലക്കുത്ത് നമ്മൾ സ്വന്തം ചെയ്തുകൊണ്ടിരിക്കുക. ഏറ്റവും വലിയ ഒരു മണ്ടത്തരം എണ്ണ തേച്ചാൽ മുടി വളരും എന്നുള്ളതൊരു മണ്ടത്തരം. ഇത് അകത്ത പ്രോസസ്സാണ് അല്ലേ? വയറ് ഇപ്പം നെല്ലിക്കയും കയ്യൂന്യവും പ്രത്യേക അനുപാതത്തിൽ ചില മരുന്നുകൾ ചേർത്ത് ഗുളികയാക്കി ഉള്ളിൽ കഴിച്ചുകൊണ്ട് വയറ് ശുദ്ധി ചെയ്തുകൊണ്ട് അതേ ദ്രവ്യങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള എണ്ണ അതിരാവിലെ തലയിൽ തേച്ച് 10 മിനിറ്റ് കഴിഞ്ഞാൽ മുങ്ങി തേച്ച് കളയണം. അങ്ങനെയാണ് വിധി. ഈ മുടി കൊഴിയാതിരിക്കാനായിട്ട് മരുന്നുണ്ടാക്കുന്ന ഈ യൂട്യൂബിലൊക്കെ വരുന്ന വീഡിയോ ചെയ്യുന്ന വൈദ്യന്മാരെ മൊത്തം നോക്കണം. എല്ലാവരും കഷണ്ടിയാണ്. അപ്പം നമ്മളിത് ആരെയും വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുന്നതല്ല. ഇതൊരു വലിയ ഇൻഡസ്ട്രിയാണ്. 10 ചെടികൾ പറിച്ച് തിളപ്പിച്ച് അത് ആരുടെയെങ്കിലും തലക്കുത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇത് നമ്മുടെ നാട്ടിലുണ്ട്. ഈ കരിക്കും വെള്ളം കൊടുത്ത ആൾക്കാരെ കൊല്ലുന്നു എന്ന് പറയുന്നത് പോലെയുള്ള ഒരു. പക്ഷേ നമ്മളിപ്പോൾ ഇത് ഈ ഒരു ടോക്ക് ആൾക്കാരെ മിസ്ലീഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി പറഞ്ഞോട്ടെ. പക്ഷെ കരിക്കും വെള്ളം വളരെ വൃത്തിയായി കുറച്ച് ആവശ്യത്തിന് കഴിക്കുന്നത് ആരോഗ്യകരവുമാണ് അല്ലേ? നമുക്കൊരു പ്രത്യേക, ഇപ്പോൾ വളരെ ക്ഷീണിതനാണ്, ഭക്ഷണം കഴിച്ചില്ല, ചില പ്രത്യേക അവസ്ഥകളിൽ നമ്മൾ ഒരുപാട് സമയം വെയിലത്ത് നിന്ന് ഒരു പണിയെടുത്തിട്ട് വന്ന് ഒരു കരിക്കും വെള്ളം ചെത്തി കഴിക്കുന്നതുകൊണ്ട് ഒന്നും വരാൻ പോകുന്നില്ല. ഇത് ആരോഗ്യത്തിന് നല്ലതാണ് എന്ന് കരുതി ഇപ്പം നമ്മൾ ഇപ്പോൾ കലൂർ സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് നിന്നാൽ പല സ്ഥാപനങ്ങളിലും വർക്ക് ചെയ്യുന്ന ജോലിക്കാർ വന്ന് 2-3 കരിക്ക് ചെത്തി കുടിച്ചിട്ട് പോകുന്നതാണ്. നിത്യേന വന്ന് കൃത്യം കരിക്ക് കുടിച്ചിട്ട് മാസത്തിൽ ഒന്നിച്ച് പണം കൊടുക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. അങ്ങനെ കരിക്ക് കുടിക്കുന്നത് അതൊരു വല്ലപ്പോഴും വളരെ ക്ഷീണിതനായിരിക്കുമ്പോൾ ഒരു കരിക്ക് കുടിക്കുന്നത് പോലെ അല്ല.
എല്ലാ ദിവസവും കരിക്ക് കുടിക്കുന്നത് ഇതാണ് അങ്ങ് ഉദ്ദേശിച്ചത്. അല്ലാതെ കരിക്കിനെ നമ്മൾ അടച്ചാക്ഷേപിക്കുന്നതല്ല, അല്ല അത് ഉപയോഗിക്കുന്ന രീതിയാണ്. അതേപോലെ നെല്ലിക്ക എന്ന് പറയുന്നത് എത്ര, ഒരു 3 എണ്ണം വരെ കഴിക്കാമോ? നാടൻ നെല്ലിക്ക നമുക്ക് ദിവസം ഒരെണ്ണം കഴിച്ചാൽ മതി. അതിന്റെ ആവശ്യമുള്ളൂ. അതിൻ്റെ ആവശ്യമുള്ളൂ. ഈ നെല്ലിക്ക കഴിക്കുന്നതിനേക്കാട്ടിലും എളുപ്പം നാരങ്ങ നീര് കഴിക്കുന്നേ. ഒരു നാരങ്ങ 4ആയി മുറിച്ച് അതിനെ നമ്മൾ 3 നേരം എടുത്തു കഴിഞ്ഞാലും നെല്ലിക്ക കഴിക്കുന്ന ഗുണങ്ങളൊക്കെ കിട്ടും. ഓ, നാടൻ നെല്ലിക്ക എപ്പോഴും കിട്ടത്തില്ലല്ലോ നമുക്ക്. അപ്പോൾ നെല്ലിക്ക ഒരു ഔഷധമാണ്. നെല്ലിക്കായ്ക്ക് അമ്മ എന്ന പേര് ധാത്രി.